അപ്പോൾ ഗായ്സ് നമ്മളുടെ തമ്പനയിലൂടെ സെറ്റാണ്. ഇതാണ് തമ്പനയിൽ. നമ്മൾ തമ്പനയിൽ അല്ലാതെ ഒരു തമ്പനയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ തമ്പനയിൽ കണ്ടതുപോലെ. അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ട ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓറഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഇഞ്ചിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. മൊത്തം ഒന്ന് സെറ്റാകട്ടെ. ഉണ്ട് ഇതേപോലെ ഉണ്ട്. ഈ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് സെറ്റാക്കാം. മൊത്തം നമുക്ക് ഇതൊന്ന് ചതച്ച് സെറ്റാകും കേട്ടോ. എന്നിട്ട് അരച്ച് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ പാടാം. മൊത്തം ഒന്ന് കുരുവെല്ലാം മാറ്റി ഇതും അതേപോലെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മളെ മുഖം എടുക്കുന്നില്ല, ഇനി വരും. നമ്മൾ അതിലോട്ട് ക്യാമറ തിരിച്ച് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടാ. ഒന്ന് സെറ്റായിട്ട് കുരുന്ന 치킨 비주얼이 일단 장난 아니에요. 바로 볼게요. ഒരു കുരു താഴോട്ട് പോയി ഏട്ടാ. ഒരു കുരു താഴെ പോയി. ഇവിടെ മാറ്റി ശരി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പണിയാവും. ഈ കുരുവിൻ്റെ ചെവ നമ്മളെ വായിൽ അനുഭവപ്പെടും, നാക്കിൽ അനുഭവപ്പെടും. കുരുവിൻ്റെ ചെവയെ മിക്സിയിലൂടെ അരഞ്ഞ് ചിലതൊക്കെ സക്സസ് ആവാണ്ട്, എന്നാലും നമ്മൾ ഇത് ചെയ്തേ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. കുരുവൊക്കെ ചെറുതായിട്ട് മറ്റും ആനേക്കൊന്ന് മാറ്റിട്ട് അല്ലെങ്കിൽ നമുക്ക് പണിയാവും. കുരുവൊക്കെ നമ്മളെ വയറ്റിൻ്റെ അകത്ത് പോയി ഇല്ല. ഇനി ഇത് ചതയ്ക്കണം കേട്ടോ. അപ്പം വേണ്ട ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഇത് തുടങ്ങാം. അതായത് ഇഞ്ചി അരയ്ക്കാം. ഇഞ്ചി അരച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കാൻ കേട്ടോ. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യാം കേട്ടോ.
നമുക്ക് അതിലോട്ട് അങ്ങ് ഇടാം. ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് ഇത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, മേലെ അവിടുത്തെ പണിയിൽ നിന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ട് അമ്മ ചെയ്തോളും. ഇത് വെറൈറ്റി റെസിപ്പി ആയിരിക്കും, വെറൈറ്റി ജ്യൂസായിരിക്കും. എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും. മീനുള്ള സെറ്റ് നമുക്ക് അത് കഴിഞ്ഞ് ചെയ്യാം. ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. അവിടെ തന്നെ വയ്ക്കാം. അരച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. ഉത്തുപ്പുരയുടെ ജ്യൂസ് അല്ല, ആദ്യം ഓറഞ്ച് കൂടെ ഇട്. ഓറഞ്ച്, ഇഞ്ചി ഇട്ട് ഓറഞ്ച് ഇട്ട് എല്ലാം കൂടെ കുറേ നേരം ഇട്ട് മിക്സിയിലിട്ട് മതി മതി, അത്രയും മതി. ബാക്കി എന്തെങ്കിലും കറിക്ക് എടുത്താൽ മതി. എന്തിനാ ചേച്ചി, നമുക്ക് തുടങ്ങാം കേട്ടാ. മിക്സിയിലിട്ടടിക്കാം, മിക്സിയിലിട്ടടിക്കാം. ഇപ്പം ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം എടുക്കണം. വെള്ളം 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 വേണം. വെള്ളം കളയുമായിരിക്കും കേട്ടോ, അതാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ ഇവിടെ. ഓ പൊളി. വെള്ളം ഒഴി, വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇടേ. ഉത്തുപ്പുര ഒഴിച്ചാൽ മതി, ഒരു ചെറിയ ഉത്തുപ്പുര ഗ്ലാസ്. ഇച്ചിരി മണമൊക്കെ ഉണ്ട്. ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി മിക്സിയിലിട്ട് അടിക്കണമെന്ന്. അമ്മ സമ്മതിക്കുന്നില്ല, അമ്മ സമ്മതിക്കുന്നില്ല മിക്സിയിലിട്ട് അടിക്കാൻ. അതുകൊണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ഇത് വെള്ളം ഒഴിച്ചാൽ അത് കളയും, വെളിയിലോട്ട് പോവും മൊത്തം. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ നമുക്ക് ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കാം. ഓ, അഴിക്കണമെങ്കിൽ അരിക്കാം. അപ്പം ഇത് കണ്ട, ഇതാണ് കളർ. ഇനി നമുക്കൊന്ന് അഴിക്കാം. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതൊന്ന് അഴിച്ചെട്. ഇതൊന്ന് വലിയ കുഴപ്പമില്ല. ഒന്ന് അഴിച്ചെടുക്കാം പ്ലീസ്. നമുക്ക് വെറൈറ്റി തമ്പനയിലായിരിക്കുന്നില്ല, സെറ്റാണ്. എന്തെങ്കിലും വെച്ച് കഴിവ് തേയിലയുടെ നീ വേണ്ട, അങ്ങനെ തന്നെ ചെയ്യും. സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഓറഞ്ച് ഇത് ഒരു സ്റ്റെപ്പും കൂടെ അരയ്ക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ കേട്ടാ.
അരച്ച അതിൽ കൂടെ തന്നെ ചേർത്തോ ആ സാധനം? ഞാൻ ഇനി അരച്ചോണ്ടിരിക്കാൻ പോണു. പക്ഷേ അതിൻ്റെ കൂടെ ചേർക്കാൻ അരയ്ക്കണ്ട, കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞത്. ഞാൻ അരയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് അരയ്യ ഈ ചെയ്യണത്. എന്തിന്? എൻ്റെ ഇടയുടെ ഇത് കളയാൻ പോണോ? പിന്നെ ഇങ്ങനെ അരിക്കണ്ടായിരുന്നല്ലേ? ഇതൊന്നും ചെയ്തിട്ടുണ്ട്, അരച്ചിട്ടിട്ടുണ്ട്. ബാക്കിയും കൂടെ ഒന്ന് ഇതോട്ട് ഒഴിക്കാം. ഓരോന്നാണ് ഡൗട്ട്. ഇത് തന്നെതാനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സൂക്ഷിക്കണല്ലോ, ഈ നമുക്ക് പണിയാവും. അരച്ചിട്ട് വരാം കേട്ടോ, അരച്ചിട്ട് എടുക്കട്ടെ കേട്ടോ. പക്കിയെടുക്കുന്ന സുഹൃത്തുക്കളെ, ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്നറിയത്തില്ല, നോക്കാം. നിങ്ങളുടെ ഇഞ്ചി വേണ്ടതായിരുന്നു. ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടാ. കുടിച്ചു നോക്കിയാണ്. തണുപ്പില്ലല്ലോ അതില്. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഇപ്പം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇട്ടപ്പം വേറെ ലെവലിട്ട. അമ്മൂനും അച്ഛനൊക്കെ വന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യണം. നല്ല റെസിപ്പി ആയിട്ട് നാളെ മിൽക്ക് ഷേക്ക് ഉണ്ടാകും കേട്ടോ. നാളെ 2 ഐറ്റം മിൽക്ക് ഷേക്ക് നാളെ ഫസ്റ്റ്. ചിലപ്പോൾ അതിൻ്റെ വീഡിയോ കഴിക്കാൻ ഇടാം, നോക്കിയാൽ മതി. ടൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ. നല്ല ഒരു വീഡിയോ ആയിരുന്നു, സൂപ്പറായിരുന്നു. കയ്പുണ്ട് കയ്പുണ്ട് കേട്ടോ. സക്സസ്ഫുള്ളി സൂപ്പറായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരിക്കും. ബായ്. നമ്മളൊരു പഞ്ചസാരയും കൂടെ ഇടാം കേട്ടോ. പഞ്ചസാര ഇടല്ലേ, മറന്നുപോയി. അതിൽ പഞ്ചസാര കൊണ്ടിട്ടെ. ഇട് കുറച്ചും കൂടെ ഇട്. മതി 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 മതി. ഓ, ഞാൻ പറഞ്ഞു. ഓക്കെ. സ്പൂണുണ്ടോ? സ്പൂണ് ഇത് കിണ്ടാൻ കേട്ടാ. കലക്ക, കിണ്ടല്ല, സോറി, കലക്ക. പഞ്ചസാര ഇട്ടില്ല, അതാണ് കുഴപ്പമായിരുന്നത്. പഞ്ചസാര ഇടാൻ അവർ പ്രത്യേകം പറഞ്ഞാണ് കേസ്. തണുപ്പുണ്ട്. ഐസ് ഇട്ടേട്ടാ, ഐസ് ഇട്ട് ഇത് മറന്നുപോയ പഞ്ചസാര ഇട്ട്, ഇഞ്ചി ഇട്ട്, ഓറഞ്ച് ഇട്ട്. നോക്കട്ടെ, ശരിയാ നോക്കട്ടെ, ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.